ഹലോ എല്ലാവർക്കും നമസ്കാരം. ജയസ് ഫ്രൈഡേ വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ദുബായ് ക്രീക്ക് ഹാർബറിലാണ്. ഇവിടെ കാണാനുള്ള എന്താ വെച്ചാൽ ഇവിടെ ഒരു ഹാർബർ ഏരിയ ഒക്കെ ഡെവലപ്പ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്. കുറേ ഗാർഡൻസ് കാര്യങ്ങൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാങ്ച്വറി ഉണ്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. ഇവിടെ ക്രീക്ക് ഹാർബർ ടവർ എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിംഗ് വരുന്നുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നേ ഉള്ളൂ. ടാളസ്റ്റ് ബിൽഡിംഗ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഒരുപാട് റെസിഡൻഷ്യൽ ഫ്ലാറ്റുകൾ, അക്കോമഡേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതിൻ്റെ സൈഡിലൂടെ ഒരു ഹാർബർ പോകുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവരുന്നത്. ഇത് ഒലിവ് മരമാണ്. ഇത് നല്ല എക്സ്പെൻസീവ് മരമാണിത്. ഇത് നമ്മളെ ബോൺസായി സ്റ്റൈലിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് ആക്ച്വലി ഒറിജിനൽ ഒലിവ് മരം. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു കിഡ്സ് പ്ലേ ഏരിയ ആണ്. ഇവിടെ ഒരു ഷാർക്കിൻ്റെ ഒരു മോഡലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടോ പിള്ളേർക്ക് കളിക്കാം. സ്റ്റെയർ കയറി വന്നിട്ട് താഴെ നിന്ന് ഇതിലൂടെ ഇങ്ങോട്ട് പാസ് ചെയ്യുക. പിന്നെ നമ്മൾ നിൽക്കുന്ന ഫ്ലോർ എന്ന് പറയുകയാണെങ്കിൽ ഒരു സിന്തറ്റിക് കുഷ്യനുള്ള ട്രാക്കാണ്. നമ്മളിങ്ങനെ പൊന്തി കളിക്കുന്നുണ്ട്. ഇതിൽ വീണ് കഴിഞ്ഞാൽ പിള്ളേർക്കൊന്നും ഒന്നും പറ്റില്ല, കുട്ടികൾക്കൊന്നും പറ്റില്ല. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ സിന്തറ്റിക് ട്രാക്കാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഫ്ലൈറ്റിൻ്റെ മോഡൽ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഫ്ലൈറ്റ് ശരിക്കും പറഞ്ഞാൽ ഫ്ലൈറ്റ് തന്നെ. നോർത്ത് പ്രൊമനൈഡ് ഫുഡ് ആൻഡ് ബീവറേജ് ഔട്ട്ലെറ്റ് ഉണ്ട്, പ്രൈവറ്റ് ബോട്ട് ഉണ്ട്, പിന്നെ സൗത്ത് പ്രൊമനൈഡ് ഉണ്ട്, ഫുഡ് ബീവറേജ് ഔട്ട്ലെറ്റുകളൊക്കെ ഉണ്ട്, പിന്നെ ഡൈനിങ് ബോട്ടും ഒക്കെ അവിടെ ഉണ്ട്. ഫെസിലിറ്റികൾ കംപ്ലീറ്റ് ഇവിടെ പല ഫെസിലിറ്റികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടിപൊളി ക്രീക്ക് ഹാർബറിൻ്റെ ഒരു ഹാഷ്ടാഗോട് കൂടിയിട്ട് ദുബായ് ക്രീക്ക് ഹാർബർ എന്ന് എഴുതിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ ഇവിടെ വന്നിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ നല്ല എഴുതിയിട്ട്. അതിൻ്റെ പിന്നിൽ ഒരു ഷിപ്പ് ഉണ്ട്, ഡൈനിങ് ഷിപ്പാണ് തോന്നുന്നുണ്ട്. ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പ്രൈവറ്റ് ബുക്ക് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഷിപ്പായിട്ടാണ് തോന്നുന്നത്. അപ്പം വന്നിരുന്നിട്ട് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ശാന്തമായിട്ടുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ നല്ല വ്യൂസാണ് കേട്ടോ അവിടെ ഇരിക്കുമ്പോൾ. കാരണം അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടേക്ക് തോന്നുന്നത് ദുബായിൻ്റെ ഒരുവിധം ബിൽഡിങ്ങുകളൊക്കെ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഷെയ്ഖ് സയ്യിദ് റോഡിൻ്റെ ഒക്കെ ഏരിയ ആണുള്ളത് കണ്ടോ, നിറച്ച് ബിൽഡിങ്. പിന്നെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഇവിടുന്ന് റെഡിഷായിട്ട് കാണാം. നമ്മൾ വന്നത് രാവിലെ ആയതുകൊണ്ടാണോ നല്ലൊരു കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു നാച്ചറാണ് ഇവിടെ കാണുന്നത്. ദൂരെ നിന്ന് ക്രീക്ക് കാണുമ്പോൾ അത്ര അടിപൊളിയാണെന്ന് വിചാരിക്കില്ല കേട്ടോ. ഞാനൊക്കെ പുറത്തും കൂടെ റോഡിലൂടെ പോകുമ്പോഴാണ് ഈ ക്രീക്ക് കണ്ടിട്ടുള്ളത്. ദുബായ് ബേർഡ് ആൻഡ് സാച്ചുറി ഒക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ കുറേ ഏരിയ ഉണ്ട്. ഇത് ബിസിനസ് ലേക്കായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് വരുന്ന വാട്ടർഫ്രണ്ട് കനാലൊക്കെ ടച്ചിങ് ആണ് തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ ഷിപ്പൊക്കെ കാണുന്നുണ്ട്. ഡൈനിങ് ഷിപ്പ് ഒരു പ്രത്യേക നല്ല ഡിസൈൻ മോഡലിലാണ് ഷിപ്പ് കാണുന്നത്. പക്ഷെ അങ്ങോട്ട് നമുക്ക് എൻട്രി ഇല്ല. റിസർവ്ഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അങ്ങോട്ട് എൻട്രി. അപ്പം നമ്മൾ പുറത്തുനിന്നാണ് അത് നിങ്ങളെ കാണിക്കുന്നത്. കാരണം പ്രത്യേകമായൊരു ഡിസൈനൊക്കെ ചെയ്തിട്ട് നമ്മളെ ഒരു ഇംഗ്ലീഷ് പടം ഉണ്ടായിരുന്നു, അതിലുള്ള കപ്പലുമാതിരി തോന്നുന്നുണ്ട്. നല്ല ഡൈനും പാർട്ടികളൊക്കെ നടക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ് അന്വേഷിച്ചപ്പോൾ. ഒരു പഴയൊരു മോഡലിലാണ് ഈ കപ്പൽ ബോട്ട് എന്നൊക്കെ പറയും കേട്ടോ. അത്ര വലുപ്പമില്ല. ഗ്രാൻഡ് എസ്കേപ്പ് എന്നാണ് ഇതിൻ്റെ പേര്, ഗ്രാൻഡ് എസ്കേപ്പ്. പിന്നെ ബ്ലാക്ക് പേൾ എന്നതിൻ്റെ മേലെ വെച്ചിട്ട് ഒരു പായ്ക്കപ്പൽ മാറിയിട്ടാണ് ഇത് തോന്നിക്കുന്നത്. വുഡൻ കേജൊക്കെ ഉണ്ട് കേട്ടോ. ഫ്ലോറൊക്കെ വുഡൻ്റെ മാതിരി ഒരു കേജ് തന്നെ യഥാർത്ഥത്തിലുണ്ടോ. അതിൻ്റെ വഴികളൊക്കെ വുഡൻ്റെ ഫ്രെയിം ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് കേജ് അല്ല, ഒരു ശില്പം, വുഡൻ ആർട്ട്. അപ്പോൾ ഇവിടെ എന്നാലും നമുക്ക് നല്ല ഇങ്ങനെ വ്യൂ ചെയ്യാം. ലൈഫൊക്കെ നല്ല വ്യൂ കിട്ടും ഇവിടെ. ഞാനിതുവരെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ടില്ല. കാരണം അത്ര തിരക്കും കാര്യങ്ങളൊന്നുമില്ല തോന്നുന്നു. വെള്ളിയാഴ്ച രാവിലെ ആയതാണ് തോന്നുന്നുണ്ട്. അത്ര വലിയ തിരക്കൊന്നുമില്ല. പക്ഷെ നമുക്കൊരു ഫാമിലിയൊക്കെ ആയിട്ടില്ലേ സുമേഷ്, ഗ്യാതറിങ് കാര്യങ്ങൾ അടിപൊളി വരാൻ പറ്റിയ നല്ല ഏരിയ ആണ് ഇവിടെ. പിന്നെ ഭാവിയിൽ ചിലപ്പോൾ ഇവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ടാളസ്റ്റ് ബിൽഡിങ് ഈ ഇതിൻ്റെ ഇവിടെ ഒരു ഭാഗത്താണ് വരുന്നത്. ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല, ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ല എവിടെ വരുന്നത് എന്നുള്ളത്. ഹാർബർ ടവർ, ഗ്രീക്ക് ഹാർബർ ടവർ അല്ലേ.
കിഡ്സ് പാർക്കിൻ്റെ ബാക്കിലുള്ള സ്ഥലം. ഇവിടെ ഫുഡ് സ്റ്റാളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടാണുള്ളത്, കാരണം ഇന്ന് ഫ്രൈഡേ മോർണിംഗ് ആണ്. പിന്നെ ഇരിക്കാനുള്ള ഫെസിലിറ്റി കാര്യങ്ങൾ, ഒരു വെറൈറ്റി സീറ്റിംഗ് സെറ്റിംഗ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കുറേ കണ്ടെയ്നറിൻ്റെ ഫുഡ് സ്റ്റാളുകളുണ്ട് താൽക്കാലികമായിട്ടുള്ള. അങ്ങനെ ഒരു വൈകുന്നേരം, ആക്ച്വലി വൈകുന്നേരങ്ങളിൽ മാത്രം ആക്റ്റീവ് ആവുന്ന സൂപ്പർ സ്ഥലങ്ങളിലൊന്നാണിത്. നല്ല കാറ്റും കൊണ്ട് നല്ല കനാലിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ഞാൻ ഇരിക്കാം. നല്ല ബോട്ട് സർവീസൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നല്ല തണൽ. ആക്ച്വലി ഈ ഒരു ഏരിയ ലോട്ടസ് ടെമ്പിളിൻ്റെ ഡിസൈനുമായിരിയൊക്കെയാണ് തോന്നുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കൊക്കിട്ടോ, ഞാൻ പറഞ്ഞിട്ടുള്ള കൊക്കിന്റെ സ്റ്റാച്യു ആണ്, പ്രതിമയാണ്. നല്ല ഹൈറ്റ്. ഇത് നമ്മളെ ദുബായ് ബേർഡ്സ് ആൻഡ് സാച്ചറിയിൽ കാണുന്ന അതേ ബേർഡ്സിന്റെ രൂപം ഇവിടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. നല്ല ഹൈറ്റിൽ. എന്താ ഹൈറ്റ് ഓരോന്ന്. ഇതിന്റെ അപ്പുറത്ത് ജദാഫ് എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മൾ മീൻ പിടിക്കാനൊക്കെ പോയിട്ടുണ്ടാവും. നമ്മളെ ചാല അവിടെ പോയിട്ട് മീൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടുന്ന് ഈ ഒരു അറ്റത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പുറത്തെ ജദാഫും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഹാർബറും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഹാർബർ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരുപാട് എക്സ്പെൻസീവ് പ്രൈവറ്റ് ക്രൂയിസുകളും കാണുന്നുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ സർവീസ് നടത്താനുള്ളതെന്ന് തോന്നുന്നുണ്ട്. അതിന് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ജസ്റ്റ് ഒരു കാണാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടാണെന്നൊന്നും അറിയില്ല. ഞാൻ ഇതിങ്ങനെ നോക്കുകയാണ് ജാഫർ. ഇത് കണ്ടത് ലൈറ്റ് ടവറാട്ടോ, കംപ്ലീറ്റ് ലൈറ്റ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ടവറാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല സമയം എന്ന് പറഞ്ഞാൽ ഈവനിങ് ടു നൈറ്റാണ് ഇവിടെ വരാനുള്ളത്. പിന്നെ നല്ലൊരു റിലാക്സ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കുറേ പക്ഷികളും കാര്യങ്ങളും, പിന്നെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നല്ല നൈസ് മ്യൂസിക് ഇങ്ങനെ അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. നല്ല കേൾക്കാനൊക്കെ നല്ല സുഖമുണ്ട്. പിന്നെ കാഴ്ചകളും ഇതാണ്. പിന്നെ നമുക്ക് അവിടെ ഞാൻ കാണുന്ന ഒരു ബൈനോക്കുലർ ഉണ്ട് കണ്ടോ, ദീർഘകാഴ്ചകൾ കാണണമെങ്കിൽ അത് ആ ബൈനോക്കുലർ അവിടെ വെച്ചിട്ടുണ്ട്. ഈ ബൈനോക്കുലറിൽ നോക്കുമ്പോണ്ടല്ലോ ഈ ലേക്കിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ഈവൻ ഫ്ലാറ്റിൻ്റെ വിൻഡോസൊക്കെ വളരെ ക്ലിയർ ആയിട്ടാണ് കാണുന്നത്. പിന്നെ അപ്പുറത്ത് നിർമ്മിക്കുന്ന ഉരുവൊക്കെ ഉണ്ടാക്കുന്നത്, നമ്മുടെ നാട്ടിൽ പറഞ്ഞ ഉരുവൊക്കെ ഉണ്ട് അവിടെ നിർത്തിയിട്ടുള്ളത്. അതൊക്കെ വളരെ വ്യക്തമായിട്ട് നല്ല ക്ലാരിറ്റിയിലാണ് കാണുന്നത് കേട്ടോ. അതിൽ കൂടെ എന്താ ചൂട് ഇവിടെ. പുറത്ത് ഇപ്പോഴല്ലേ ഇറങ്ങണത്, നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ചൂട്. ഇപ്പം അത് കണ്ടത് ക്രൂയിസ് ഷിപ്പാണ് നിർത്തിയിട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇത് ആ കാണുന്ന സ്ഥലത്തേക്കൊക്കെ നമുക്ക് പോവാം. പക്ഷെ ഈ ചൂടത്ത് പോകാൻ വയ്യ, ആകെ തളർന്നു പോയി, നല്ല വേർത്ത് ഒലിക്കുന്നു, ഉരുകി പോകും ഇത് വീഡിയോ എടുക്കുന്ന സമയത്ത്. ഇനിയുണ്ട് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ കാണാനുള്ള. നടന്നിങ്ങനെ കാണാം, നല്ല അടിപൊളി, നല്ല വാക്കിംഗ് എക്സസൈസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഏരിയയാണ്. ദുബായ് ക്രീക്ക് ഹാർബർ നമ്മൾ ഒരുപാട് കാണിച്ചു, നമ്മളെ കൊണ്ട് കഴിയുന്നത്ര. പിന്നെ അന്ന് ഭയങ്കര ചൂടായിരുന്നു, അതുമൂലം കുറേ നടക്കാൻ കഴിയുന്നില്ല, ആകെ വേർത്തൊലിക്കുകയാണ്. അപ്പം ഇനി അടിപൊളി സ്ഥലമാണ്. കാണേണ്ട ആൾക്കാരുണ്ടെങ്കിൽ വന്ന് കാണാം, അടിപൊളി എൻജോയ്മെൻറ്റ് ചെയ്യാം, ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ സ്ഥലം ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ അൽക്കൽ റോട്ടിൽ നിന്ന് നിങ്ങൾക്ക് എക്സിറ്റ് കാണാം ക്രീക്ക് ഹാർബറിൻ്റെ. അതിൽ കയറി കഴിഞ്ഞാൽ ഏകദേശം 5 കിലോമീറ്റർ 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇവിടെ എത്തും. ഈ ക്രീക്ക് ഹാർബർ സൈഡിലെത്തും. കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള അടിപൊളി സ്ഥലമാണ്. ഈവനിങ് ആണ് ശരിക്കും ഇത് ആക്റ്റീവ് ആവുന്നത്. ഇപ്പോൾ കടകളൊക്കെ ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. അപ്പം ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മേലെ കാണുന്ന ബെല്ലൈക്കൺ വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് ആക്റ്റീവ് ആക്കിയിടുക. നമ്മൾ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. പുതിയ വീഡിയോസുമായിട്ട് ഇനിയും ഞങ്ങൾ വരും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സൈനിങ് ഓഫ് സുമേഷ് ആൻഡ് ജഫർ.